വേണം, പക്ഷെ പറ്റുന്നില്ല. പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. പുതിയ കാര്യങ്ങൾ പരിശ്രമിക്കണമെന്നുണ്ട്, പുതിയ തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ട്, പുതിയ കാര്യങ്ങളിലേക്ക് ജീവിതം മാറണമെന്നുണ്ട്. പക്ഷേ എന്തോ ഒന്നൊരു തടസ്സമായിട്ട് ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തോ ഒന്ന് സ്ഥിരം പിന്നിലേക്ക് വലിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഡൗട്ടാണ്, ചെറിയൊരു സംശയമാണ്. എൻ്റെ കഴിവ് പോരാ, എൻ്റെ അറിവ് പോരാ, ഞാൻ ആ ഒരു മെറ്റീരിയലല്ല. അവരെ കൊണ്ട് പറ്റുമായിരിക്കും, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഈ ഒരു ചെറിയൊരു ഡൗട്ടിൻ്റെ അംശം നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ചെറുതാണ്. നമ്മൾ പലപ്പോഴും കണ്ടില്ല എന്ന് പോലും, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്ന് പോലും വരും ഈ ഒരു സംശയം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. പക്ഷേ ഇത് വളരെ പതുക്കെ പതുക്കെ വളരാനായിട്ട് തുടങ്ങും. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് നോക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുത്ത മനുഷ്യരിലേക്ക്. അവനെന്ത് ലക്കിയാണ്, അവനെന്ത് ഭാഗ്യം ചെയ്തവനാണ്, ഞാൻ സ്വപ്നം കാണുന്ന ജീവിതമാണ് അയാൾ ജീവിക്കുന്നത്. എന്നിട്ട് നമുക്ക് പറയും അയാൾക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു, അവസരമുണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടും. എന്നിട്ട് നമ്മൾ പറയും ഇതൊന്നും എനിക്കില്ല. ഇങ്ങനെ നമ്മുടെ സംശയങ്ങൾ, നമ്മുടെ കമ്പാരിഷൻസ് ഒരു ഭയമായിട്ട്, നമ്മളെ തന്നെ ചെറുതായി കാണുന്ന ഒരവസ്ഥയായിട്ട് നമ്മുടെ ഉള്ളിലിങ്ങനെ വളരാനായിട്ട് തുടങ്ങും. ഇതെല്ലാം തുടങ്ങുന്നത് ഒരു ചെറിയ വിത്തിൽ നിന്നാണ്. നമ്മൾ കറക്റ്റ് സമയത്ത് പിഴുതു മാറ്റാത്ത, എടുത്തു മാറ്റാത്ത ഒരു ചെറിയ സംശയത്തിൻ്റെ വിത്തിൽ നിന്ന്. പല മരങ്ങളും അങ്ങനെയാണ്. അവരുടെ വിത്ത് അത്രയ്ക്ക് ചെറുതായിരിക്കും, പക്ഷേ വളരും തോറും അത് നമുക്ക് പറിച്ചു മാറ്റാൻ കഴിയാത്ത വിധം അത്ര ശക്തിയുള്ള, അത്ര വലിയ മരങ്ങളായിട്ട് അവ വളർന്നു വരും. പിന്നെ ആ മരങ്ങളെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കഷ്ടപ്പാടാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഉള്ളിലെ ആ ചെറിയ സംശയങ്ങൾ. നമ്മൾ പലപ്പോഴും ആശ്ചര്യപ്പെട്ടു പോകും, നമ്മൾ സർപ്രൈസ്ഡ് ആയി പോകും. ഒരു ചെറിയ കാര്യത്തിന് എത്രമാത്രം വലുതാവാൻ പറ്റും നമ്മുടെ ഉള്ളിൽ കിടന്ന്, എത്രമാത്രം നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മളെ നശിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ അറിയുമ്പോൾ. പക്ഷേ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ഒരു അവസരം, ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി. ദെർ ഇസ് എ ടൈം. അത് വിത്തായിരിക്കുമ്പോൾ, അത് ചെറുതായി വളർന്നു തുടങ്ങുമ്പോൾ അതിനെ പറിച്ചു മാറ്റാനായിട്ട് നമുക്ക് പറ്റും. ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഓരോ പുതിയ പുതിയ വിത്തുകൾ വരുന്നുണ്ട്, പുതിയ പുതിയ ചെറിയ ചെറിയ ചെടികൾ വളർന്നു തുടങ്ങുന്നുണ്ട്. പക്ഷെ നാളെ അതൊരു വലിയ മരമാവാം. നമ്മളെ വളരാൻ സമ്മതിക്കാത്ത സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും ഒക്കെ വലിയ മരങ്ങളായിട്ട് മാറാം. ബട്ട് ടുഡേ വി ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി, ടുഡേ വി ഹാവ് എ ടൈം. അതെല്ലാം പറിച്ചു മാറ്റാനായിട്ട് അതിന് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ബീങ് പെർഫെക്റ്റ്. നമ്മുടെ പെർഫെക്റ്റ് ആവണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യണമെന്ന ചിന്തയാണ് പലപ്പോഴും നമ്മളെ പിടിച്ചു നിർത്തുന്നത്. നോ, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ബീങ് പെർഫെക്റ്റ്. ഇതൊരു പെർഫെക്റ്റ് ആവാനുള്ള കോമ്പറ്റീഷൻ അല്ല. ദിസ് ഇസ് അബൌട്ട് പുട്ടിങ് എഫേർട്ട്. ദിസ് ഇസ് അബൌട്ട് ബീങ് ബെറ്റർ. ഇന്നലത്തെക്കാളും കുറച്ചുകൂടി അല്പമെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ? യൂട്യൂബിലെ വലിയൊരു ഇൻഫ്ലുവൻസറാണ് ഇവാൻ കാരിമാക്കൽ. ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. ലക്ഷക്കണക്കിന് ബിസിനസ്സുകളാണ് അദ്ദേഹത്തെ ഒരു ക്ലാസ്സിന് കിട്ടാൻ വേണ്ടി പിറകെ നടക്കുന്നത്. അദ്ദേഹം ഒരൊറ്റ വാക്കിൽ നിന്നാണ് ആ സാമ്രാജ്യം മുഴുവൻ പടുത്തുയർത്തിയത്: ബിലീഫ്. ഓരോ പ്രസംഗത്തിലും അദ്ദേഹം ഇതിലേക്ക് തിരിച്ചു വരും: ബിലീഫ്. എൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചത് ആ ഒരൊറ്റ ചിന്തയാണ്: ഞാൻ വിശ്വസിച്ചാൽ അത് നടക്കും. നമ്മളും അദ്ദേഹവും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ അത് മാത്രമാവാം. ആ ഒരു വിശ്വാസം, ആ ഒരു ഉറച്ച ബോധ്യം, ഐ വിൽ നെവർ ഡൗട്ട് മൈസെൽഫ് എന്നുള്ളൊരു തീരുമാനം. അതുകൊണ്ടാണ് സൂസി കാസിം പറയുന്നത്: ഡൗട്ട്സ് കിൽ മോർ ഡ്രീംസ് ദാൻ ഫെയിലിയർ എവർ വിൽ. നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളൊരു ചെറിയ നൂല് വലിച്ചു കെട്ടിയിട്ട് അതിലൂടെ നടക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് നടക്കാൻ പറ്റുമായിരിക്കും, ചെറിയ വള്ളി വലിച്ചു കെട്ടിയിട്ട് നടക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ പതിയായിരിക്കും നടക്കുന്നത്. നമ്മളിപ്പോൾ വീഴുമോ അപ്പോൾ വീഴുമോ എന്നുള്ളൊരു പേടിയിലായിരിക്കും നടക്കുന്നത്. എത്ര ദൂരം നമ്മൾ അങ്ങനെ ഒരു വലിച്ചു കെട്ടിയ വള്ളിയിലൂടെ നടക്കും? ഇതുപോലെയാണ് നമ്മുടെ സംശയങ്ങൾ വെച്ചുള്ള ജീവിതം. ഇനി ഇതിലേക്ക് നമ്മൾ വിശ്വാസം കൊണ്ടുവരുമ്പോൾ, ബിലീഫ് കൊണ്ടുവരുമ്പോൾ, ഇറ്റ് ഈസ് ലൈക്ക് വാക്കിംഗ് ഇൻ എ പ്രോപ്പർ ബ്രിഡ്ജ്. ഒരു വലിയ വീതിയുള്ള ഒരു പാലത്തിലൂടെ നടക്കുന്നത് പോലെ. ആ ബ്രിഡ്ജാണ്, ആ ഒരു ബിലീഫിൻ്റെ ബ്രിഡ്ജാണ് നമ്മുടെ സ്വപ്നത്തിലേക്ക് നടക്കാൻ നമുക്ക് വേണ്ടത്. 1994 ദ നാഷണൽ അക്കാഡമിക് പ്രസ്സിലൂടെ ഒരു റിസർച്ചിൻ്റെ ഫലം പുറത്തു വന്നു. അതിൽ പറഞ്ഞിരുന്നൊരു തിയറിയാണ് ബണ്ടൂറാസ് സെൽഫ് എഫിക്കസി തിയറി. അതിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഇതായിരുന്നു: സ്കില്ല് മാത്രമല്ല ഒരു മനുഷ്യനെ സക്സസ്ഫുൾ ആക്കുന്നത്, വേണ്ട റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആക്കുന്നത്. ഇറ്റ് ഈസ് ദ റൈറ്റ് മൈൻഡ് സെറ്റ്. എന്താണ് മനസ്സിൽ സംഭവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുള്ള ആളാണെങ്കിൽ, ഡൗട്ട്സ് ഉള്ള ആളാണെങ്കിൽ, ഭയങ്ങളുള്ള ആളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ ഏറ്റവും ചെറിയ അച്ചീവ്മെൻറ്റ്സിന് വരെ അതിലൊരു അഭിമാനം കൊള്ളാനായിട്ട് നമ്മൾ പഠിക്കുക. ദ സ്മോളസ്റ്റ് തിങ്സ് ദാറ്റ് ഐ ഹാവ് ഡിഡ്, ദാറ്റ് ഐ ഹാവ് ലേൺഡ്, അതെല്ലാം ഒരു പേപ്പറിൽ എഴുതുക. ഒന്ന് ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പോലെയുള്ള ആളുകൾ തന്നെയാണ് എല്ലാം നേടിയെടുക്കുന്നത്, പുതിയ കാര്യങ്ങൾ പരിശ്രമിക്കുന്നത്. ദെർ ഈസ് നത്തിങ് ഡിഫറെൻറ്റ് ബട്ട് ബിലീഫ്.
നമ്മുടെ ഉള്ളിലെ ആ സംശയങ്ങളുടെ ആ ഒരു വിത്തുകൾ, ആ ഒരു ചെറിയ ചെറിയ ചെടികൾ, ഇഫ് വി ആർ ഏബിൾ ടു പ്ലക്ക് ദം ഔട്ട്, അത് പറിച്ചു മാറ്റാൻ പറ്റിയാൽ വി വിൽ സ്റ്റാർട്ട് ഗ്രോയിങ്, വി വിൽ സ്റ്റാർട്ട് ബിൽഡിംഗ് ദാറ്റ് ബ്രിഡ്ജ് ടു അവർ ഡ്രീംസ്. ഇഫ് യു വാണ്ട് ഇറ്റ്, യു ഗോട്ട് ട്രൈ ഫോർ ഇറ്റ്.